പ്രിയപ്പെട്ടവരെ, നമ്മളുള്ളതിപ്പോൾ വടകരയിലാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള കണ്ണൂർ KIT എമർജൻസി ടീമിൻ്റെ സഹപ്രവർത്തകരെ കണ്ടുമുട്ടുന്നത്. നമ്മുടെ പ്രവർത്തകരെല്ലാവരും തന്നെ വയനാട്ടിൽ ഏകദേശം 25ഓളം നമ്മുടെ പ്രവർത്തകർ വയനാട് ഇതുവരെയായിട്ടും സ്റ്റേ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി കണ്ണൂരിൽ നിന്നുള്ള ഒരു 3 അംഗ സംഘം പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാളത്തെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഫ്വാൻ ഉണ്ട്, അതുപോലെ തന്നെ തൗസീഫ് ഉണ്ട്, നമ്മുടെ ഉണ്ണി അടങ്ങുന്ന വലിയൊരു നിര, എല്ലാ സന്നാഹങ്ങളുമായിട്ട്. നമുക്കറിയാം അവിടെ ഇനി മൃതദേഹങ്ങളൊക്കെ ഉള്ളത് അവിടെ മരത്തിൻ്റെ ചോട്ടിൽ, അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് ഭിത്തിക്ക് അകത്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രവർത്തകർ യാത്ര തിരിച്ചിട്ടുള്ളത്. കോൺക്രീറ്റ് പൊട്ടിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്, അതുപോലെ മരം മുറിക്കാനുള്ള സജ്ജീകരണങ്ങളുണ്ട്, അതുപോലെ അവിടെയുള്ള ആളുകൾക്കുള്ള വെള്ളം, വസ്ത്രം അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രവർത്തകർ യാത്ര തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു ദുരന്തമുഖത്ത് വിറങ്ങലിച്ച് നിൽക്കലല്ല നമുക്ക് പരിഹാരം. കയ്യും മെയ്യും മറന്ന് രാപ്പകൽ ഭേദമന്യേ പണിയെടുക്കൽ തന്നെയാണ് പ്രതിവിധിയെന്ന് വീണ്ടും നമ്മൾ മലയാളികൾ തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അസുലഭ നിമിഷത്തിലാണ്, പോരാട്ടത്തിലാണ് നമ്മൾക്ക് തോൽക്കാൻ മനസ്സില്ല. ഇങ്ങനെ വരുന്നു ഇതാ കുത്തിയച്ചാടുകളോ ഇതിനുള്ളത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകണ്ട. അതിൻ്റെ ഉള്ളിലേ ഇത് നോക്ക്. ഞാനേ കാല് മതി കേട്ടോ. ആദ്യം മുന്നിൽ 2 കുത്തുക, എന്നിട്ട് ഇറക്കി. നിങ്ങൾ ബെജാപ്പാലാണ് നടക്കുന്നത്. ഇവിടെ നോക്കുക, ഈ സൈഡ് അത് ഫുള്ള് നോക്കി.